നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ സാധിച്ചത്. പണ്ടൊക്കെ നമുക്കറിയാം കോളാമ്പിയിലൂടെയൊക്കെ ഒരു പക്ഷെ പ്രതിപക്ഷം ഉയർത്തുന്നത് എന്തൊക്കെ സാധിച്ചിട്ടില്ല, എന്തൊക്കെ അഴിമതിയുണ്ട് എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളൊക്കെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഏറെക്കുറെ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും ചിന്തിക്കാത്ത തലങ്ങളിലേക്കാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകൾ നടത്തിയിരുന്നത്. അപ്പം നിലവിൽ 5 പേരുടെ ഒരു പേരിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ പറയുന്നത് പോലെ രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ദിലീപ്, പിന്നെ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ, വാസു. അത് ഒരു വിഭാഗം കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നു, മറ്റൊരു വിഭാഗം ഈ പറയുന്ന CPM-നെ പ്രതിക്കൂട്ടത്തില്ല. ഇങ്ങനെ ഈ 5 പേരുടെ കൈകളിലായി പോയോ ഈ തെരഞ്ഞെടുപ്പ്? ഇത് എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും? There is a saying in English, lesser mortals talk about people. സാധാരണ ആവറേജ് ആളുകൾ മറ്റ് വ്യക്തികളെക്കുറിച്ച് സംസാരിക്കും. അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച്, അവർക്കെതിരെയുള്ള ഇക്കിളിപ്പെടുത്തുന്ന ആരോപണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. അടുത്ത സ്റ്റേജിൽ ലിറ്റിൽ മോർ സീരിയസ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇൻസിഡൻസ്. അതായത് സംഭവം, ഇന്ന സംഭവം, അത് രാഷ്ട്രീയമാകാം, സാമൂഹ്യമാകാം, സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടതാകാം, ചില സംഭവങ്ങളെക്കുറിച്ചും നാൾവഴികളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള റാമിഫിക്കേഷൻ, ഫോളോ ഔട്ട് സംസാരിക്കും. ബട്ട് ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇഷ്യൂസ്. അത് നല്ല കാമ്പുള്ള ആളുകൾ ഇഷ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വ്യക്തികളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ അല്ല, ഇഷ്യൂസിനെ കുറിച്ച്. കേരളത്തിലെ ജനതയെക്കുറിച്ച് പൊതുവെ ഉള്ള ഒരു നിരീക്ഷണം, ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാനുള്ള രാഷ്ട്രീയ പക്വത, ജ്ഞാനമുള്ള ആളുകളാണ് കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരള ജനത സംസാരിച്ചതും മാധ്യമങ്ങൾ ജനതയ്ക്ക് മുമ്പിൽ കോറിയിട്ടതുമായ ചിത്രങ്ങൾ വ്യക്തികളെക്കുറിച്ചും അവരുടെ വൈകൃതങ്ങളെക്കുറിച്ചുമാണ്. അതെല്ലാം ചില സംഭവങ്ങളെ ആസ്പദമാക്കിയാണ്. പക്ഷെ ലാർജർ ഇഷ്യൂ, അണ്ടർലൈങ് ലാർജർ ഇഷ്യൂ പലപ്പോഴും തമസ്കരിക്കപ്പെട്ടു എന്ന ഒരു പൊതു ചിന്തയുണ്ട്. അപ്പൊ തദ്ദേശ തിരഞ്ഞെടുപ്പ് അലങ്കോലമായിട്ടില്ല എങ്കിൽ പോലും തദ്ദേശ വിഷയങ്ങളോ വികസന വിഷയങ്ങളോ കാതലായ വിഷയങ്ങളോ പരിഗണിക്കപ്പെടാതെ പോയി, അറ്റ്ലീസ്റ്റ് അതൊക്കെ ഡിബേറ്റ് ചെയ്യപ്പെടാതെ പോയി പൊതുസാമാന്യത്തിൽ എന്നൊരു ചിന്തയുണ്ട്. അവിടെയാണ് ഇപ്പോൾ സൂചിപ്പിച്ച 5 വ്യക്തികൾ. അതിലൊരാൾ സിനിമാക്കാരനാണ്, മിസ്റ്റർ ദിലീപ് കേസ് അന്തിമ വിധി, CJM കോടതിയിലെ അന്തിമ വിധി, അതിൽ ദിലീപ് കുറ്റവിമുക്തനാവുകയാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന ഒരു ലാർജർ ചിത്രം മാധ്യമങ്ങളുടെ ഒരു അജണ്ടയായി വന്നിരിക്കുന്നു. അത് പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ള അജണ്ടയാണോ എന്ന് ചോദിച്ചാൽ സ്ത്രീ വിഷയങ്ങൾ തീർച്ചയായും ജനങ്ങൾക്ക് ഒരു അജണ്ടയല്ല, ഒരു നിലപാടുണ്ട്. സ്ത്രീ സൗഹൃദമാവണം ഭരണകൂടം, സ്ത്രീ സൗഹൃദമാകണം വ്യവസ്ഥകൾ, നീതി ലഭിക്കണം സ്ത്രീക്ക്. അതൊരു നിഷ്പക്ഷ നിലപാടാണ്. ആ നിലപാടിന് തന്നെയാണ് മഹാഭൂരിപക്ഷം കേരളീയരും. പക്ഷേ ഒരു ഇരയെ, ഇപ്പം ഇവിടെ ആരാണ് ഇര? ദിലീപും ഇപ്പോൾ ഇരവാദം തന്നെയാണ് ഉയർത്തുന്നത്. ഒരു ഗൂഢാലോചനയുടെ ഒരു പരിണിത ഫലമാണ് തനിക്കിപ്പോൾ തൻ്റെ ജീവിതത്തിലെ 7-8 വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന് പിന്നിൽ ഒരു ഇരവാദം ഉയർത്തുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ മാത്രമല്ല, ഒരു പുരുഷനും ഇരവാദം ഉയർത്തുന്നു. അതാണ് ഒരു ഡയമെൻഷൻ. അതിനകത്തൊരു ഇഷ്യൂ. ദിലീപ് എന്ന വ്യക്തി ഉണ്ട്, ഒരു സംഭവമുണ്ട്. നടിയെ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് പീഡിപ്പിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചു എന്ന ഒരു ആരോപണവും അതിന് ഉപോത്ബലകമായ ഒരു സംഭവവും എറണാകുളത്ത് നടന്നു. ലാർജർ ഇഷ്യൂ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം. ഇരയാരെ, ഇരയെ എങ്ങനെ കാണുന്നു, കേരള സമൂഹം എങ്ങനെ കാണുന്നു? ഈ വിഷയത്തെ പാർട്ടികൾ എങ്ങനെയാണ് കണ്ടത്? പൊളിറ്റിക്കൽ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ദിലീപ് ഒരു വിഷയമാവുമോ? ആവും എന്നാണ് ഏറ്റവും അവസാനം കണ്ട ഒരു കാഴ്ച. കാരണം മത്സരിക്കുകയാണ്, അതിജീവിതയോടൊപ്പം ഹാഷ്ടാഗുകൾ മത്സരിക്കുകയാണ് മാധ്യമങ്ങൾ തമ്മിൽ തന്നെ മത്സരമാണ്. ആരാണ് അതിജീവിതയോടൊപ്പം ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്? 2 രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ മത്സരിക്കുകയാണ്. CPM, BJP, കോൺഗ്രസും തമ്മിൽ കടുത്ത പോരാട്ടം. അവിടെ വേറിട്ട ശബ്ദം പറഞ്ഞ ചില ഹതഭാഗ്യരുണ്ട്. അതിലൊരാളാണ് UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ വാക്കുകൾ തന്നെ
കൃത്യമായി അദ്ദേഹം പറയുന്നു, അടൂർ പ്രകാശ് പറയുന്നു, ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ചങ്ങാത്ത വലയത്തിലുള്ള ഒരാളാണ് ദിലീപ്, അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ദിലീപിന് നീതി ലഭിച്ചിരിക്കുന്നു, പിന്നെ അതിജീവിതക്കൊപ്പമാണ് എൻ്റെ പാർട്ടി എന്നൊക്കെ ഒഴുക്കൻ മട്ടിലൊക്കെ പറയുകയാണ്. പിന്നീട് അത് തിരുത്തി എന്ന് പറയുന്നതിനേക്കാൾ ശരി തിരുത്തേണ്ടി വന്നു. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ അപ്പം BJPയും CPM-ഉം ആവോളം തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തെ ദിവസം ആഘോഷിച്ചത് അടൂർ പ്രകാശിന്റെ ഈ വാക്കുകളാണ്. അതൊന്ന്. അപ്പം ദിലീപ് എന്ന വിഷയത്തെ എത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ചു, ഒരു രീതിയിലും രാഷ്ട്രീയം ഉണ്ടാകേണ്ട വിഷയമല്ല ദിലീപ് വിഷയം, ഇല്ലേ? അതൊരു ഒരു നീതിശാസ്ത്രത്തിന്റെ വിഷയമാണ്. അതാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയമുണ്ട്. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഉഗ്രമായ വിഷയം. ഉഗ്രമെന്ന് ഞാൻ പറയുന്നത് വിത്തിൻ കൊട്ടേഷനാണ്. ഒരു വ്യക്തിയുടെ വൈകൃതം, മാനസിക നില, അതനുസരിച്ച് അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങൾ, സ്ത്രീകളുമായി അടുത്തിടപെട്ടു, കൺസെൻഷ്വൽ ഓർ നോൺ കൺസെൻഷ്വൽ സെക്സ് എന്ന് പറയുന്ന കാര്യം, അത് അങ്ങനെ ഒരു സംഭവം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിന് അദ്ദേഹത്തിന്റെ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അത് മാത്രമല്ല, കേരള സമൂഹം, കേരളം പോലും എല്ലാം നിർത്തിവെച്ചുകൊണ്ട് ചാനൽ ചർച്ച ഉൾപ്പെടെ മാധ്യമ ചർച്ചകൾ പൂർണ്ണമായി, കടത്തിണ്ണകളിലെ ചർച്ച ഉൾപ്പെടെ മനുഷ്യ മനസ്സുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അധികം കേരളം ഉച്ചരിച്ച, കഴിഞ്ഞ ഒരു മാസമായി കേരളം ഉച്ചരിച്ച വാക്ക്, പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതായിരുന്നു. അത് ഡിഫാക്ടോ. അതിൽ നിന്ന് നേട്ടം കൊയ്തവരുണ്ട്. എന്താണ്? അതിനേക്കാൾ കാതലുള്ള, കഴമ്പുള്ള സ്ട്രക്ചറൽ വിഷയമാണ് ശബരിമല വിഷയം. അവിടെ 2 പേർ വലിയ രീതിയിൽ സമ്മർദ്ദം അനുഭവിക്കുന്നു, പ്രതിക്കൂട്ടിലാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ റിമാൻഡിലാണ്, തടവിലാണ്. അതാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് വാസുവും, ദേവസ്വം ബോർഡിന്റെ മറ്റൊരു മുൻ പ്രസിഡന്റ്, മുൻ MLA-യും CPM-ന്റെ സമന്വയ നേതാവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമൊക്കെയായ പത്മകുമാറും. ഈ 2 പേർ അവരെ കുറിക്കുന്ന വാർത്തകൾ വലിയ പ്രഭാവമാണ് ചെലുത്തിയത്. ആ വാർത്തകളെ തമസ്കരിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വേറിട്ട വാർത്ത ഉപയോഗിച്ചു. ഇതൊരു തരം ബാലൻസിങ് ആക്ട് ആണ്. എത്രത്തോളം ബാലൻസ് ചെയ്യപ്പെട്ടു? വിജയകരമായി അത് ചെയ്തു. യഥാർത്ഥത്തിൽ കുന്തമുനയാകേണ്ട, പ്രതിപക്ഷത്തിന്റെ, UDF-ന്റെയും BJP-യുടെയും കുന്തമുനയാകേണ്ട, ഗവൺമെന്റ് വിരുദ്ധ, ഭരണകൂട വിരുദ്ധ ഒരു സ്പേസാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം. അത് ഏതാണ്ട് പൂർണ്ണമായി ചർച്ചകളിൽ നിന്നും അവസാന ഘട്ടത്തിൽ മാറ്റി നിർത്താൻ ദിലീപും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അറിഞ്ഞ് ശ്രമിച്ചു. വ്യക്തിപരമായി അവർ ശ്രമിച്ചതല്ല, അവരെ മുൻനിർത്തി ആ വിഷയം ചർച്ച ചെയ്യുന്നത് വഴി തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ദിലീപ് വിഷയമായിരുന്നു. എല്ലാ ചാനൽ ചർച്ചകളിലും, എല്ലാ ചർച്ചകളും നിറഞ്ഞു നിന്നത് ദിലീപിന് അനുകൂലമായി വന്ന കോടതി വിധിയും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന പരിഭവം തന്നെയാണ്. അതൊന്നുമല്ലല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കേണ്ട വിഷയം. നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അതാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വലിയ വിഷയം? അല്ലല്ലോ. അതേക്കുറിച്ച് ആരോ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതല്ലല്ലോ. പക്ഷെ യഥാർത്ഥ വിഷയങ്ങൾ തമസ്കരിക്കപ്പെട്ടു. അങ്ങനെ അത് മാത്രമല്ല, ഇതിനിടയിൽ വലിയ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുകയാണ്. ചില രാജാക്കന്മാരുടെ ഈ പോരാട്ടങ്ങൾ നേരിട്ട് പോരാടാനാവാതെ വരുമ്പോൾ ചേകവരെ നിർത്തി പോരാടുന്ന പണ്ട് തച്ചോളി ഉദയനനും ഒന്നും ആരോമൽ ചേവകർ അല്ലെങ്കിൽ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ ഇവരൊന്നും തന്നെ രാജാക്കന്മാരായിരുന്നില്ല. പക്ഷെ രാജസ്ഥാനീയരെ ആ സ്ഥലത്ത് നേരിട്ട് ഏറ്റുമുട്ടുന്നത് 2 രാജാക്കന്മാർ. അവർ തമ്മിൽ മൂപ്പിളമ്പ തർക്കമുണ്ടാകുമ്പോൾ നിശ്ചയിച്ചിരുന്നത് ചേകവന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ ഒരു ചേവകർ സ്വയം ചുഴറ്റി എത്തുകയാണ്. അതാണ് ശ്രീമാൻ രാഹുൽ ഈശ്വർ. അദ്ദേഹം ചാനൽ ചർച്ചയിലെ പ്രമുഖ മുഖമാണ്, തന്ത്രി കുടുംബ അംഗമാണ്. ഈ കണ്ഠരമോഹനര് കണ്ടവ രാജീവര കുടുംബത്തിലെ ഇളമുറക്കാരനാണ്. പലപ്പോഴും ഒരു തന്ത്രി കുടുംബത്തെ ന്യായീകരിക്കാനും അതുപോലെ ഹൈന്ദവ ഒരു കൺസർവേറ്റീവ് യാഥാസ്ഥിക ഒരു സ്പേസിനെ ഒന്ന് പൊതുസമൂഹത്തിൽ കൊണ്ടുവരാനും അതുപോലെ വലതുപക്ഷ നിരീക്ഷകൻ എന്ന രൂപത്തിലും ഒക്കെ തന്നെ സ്വയം പ്രതിഷ്ഠിച്ച ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനും അതേസമയം തന്നെ വൈകി ദിലീപിനെ ന്യായീകരിക്കാനും എക്കാലത്തും അദ്ദേഹം ഒരു സ്പേസ് കണ്ടെത്തിയിരിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വ്യക്തിപരമായി കേരള സമൂഹത്തിന്റെ മനസ്സിൽ ഒരു ഇടം കണ്ടെത്തി. ആ ഇടമെന്ന് പറയുന്നത് എല്ലാ ഘടനകളും സ്ത്രീ സൗഹൃദമാകുന്നു, അത് തെറ്റില്ല. പക്ഷേ സ്ത്രീക്ക് മാത്രം നീതി ലഭിക്കുന്ന, പുരുഷന് നീതി ലഭിക്കാത്ത ഒരു ജെൻഡർ ഒരു പാരഡൈമിലേക്ക് കേരളം നീങ്ങുന്നു. അതിനെതിരെ ഉള്ള ഏതാണ്ട് ഒരു ഒറ്റയാൻ പോരാട്ടം എന്ന നിലയിൽ
വലിയ ഒരു സ്പേസ് നേടി യൂട്യൂബിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. അതിന് ഉപോത്ബലകമായി ഇത് ഉപയോഗിക്കുന്നത് വളരെ സ്ട്രെയിഞ്ച് ഒരു ഫോർമുലയാണ്. മഹാത്മാഗാന്ധി ഇന്ത്യൻ ദേശീയ പതാക തോളത്ത് വഹിക്കുകയും നെഞ്ചിലേറ്റുകയും ദേശീയതയുടെ ഒരു കളങ്കമില്ലാത്ത ദേശീയതയുടെ വക്താവായി വരികയും അതേപോലെ തന്നെ ഗാന്ധിസം കൂടുതൽ ഉറക്കത്തിലും എല്ലാ ശ്വാസത്തിലും മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ കൂടെ എത്രയോ പാനലിൽ ഇരിക്കുകയും ചെയ്ത ശ്രീ രാഹുൽ ഈശ്വർ. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസാണ്, അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സ്പേസാണ്. അല്ലെങ്കിൽ ഉള്ള ഒരു സ്പേസിലേക്ക് ആരും ഇറങ്ങി നിൽക്കാൻ താല്പര്യപ്പെടാതിരുന്ന ധൈര്യപൂർവ്വം ആ സ്പേസിലേക്ക് ഇറങ്ങി നിന്ന രാഹുൽ ഈശ്വർ 11ാം ദിവസവും കസ്റ്റഡിയിലാണ്, തടവിലാണ്, അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലാർജർ ഡിബേറ്റിന് സ്കോപ്പുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എന്താണ് ലിമിറ്റ്? അതിന് ലിമിറ്റ് ഉണ്ടോ? ആ ലിമിറ്റ് രാഹുൽ ഈശ്വർ എന്ന വ്യക്തി അത് ലംഘിച്ചിട്ടുണ്ടോ? ലംഘിച്ചിട്ടുണ്ടോ എങ്കിൽ അതിനുള്ള എന്താണ് ഗവൺമെന്റിന്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും താഴെത്തട്ടിലുള്ള കോടതി സംവിധാനത്തെയും തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഈശ്വർ ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ഒരു സ്ത്രീ സൗഹൃദമായി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടി സ്ത്രീ സൗഹൃദമല്ലാത്ത ഒരു നിലപാടെടുക്കുന്ന ഒരാളെ തടവിലിടും 11 ദിവസം. ഒരു പോലീസ് ജാമ്യത്തിൽ വിടാവുന്ന, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന ഒരു കേസ് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. എനിക്കതേക്കുറിച്ച് വിവക്ഷിക്കാനാവില്ല. പക്ഷേ അദ്ദേഹം 11ാം ദിവസവും കഴിഞ്ഞ 12ാം ദിവസത്തിലേക്ക് ജയിലിൽ തന്നെയാണ്. അതിനർത്ഥം ഈ 5 പേരുമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഗൗരവമുള്ള അജണ്ടയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ? ഒരു പാലം പണി, ഒരു പാലം അഴിമതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഗരസഭയുടെ അഴിമതി, മറ്റു കാര്യങ്ങൾ തദ്ദേശമായി സംസാരിച്ചിരിക്കും. പക്ഷേ കേരള വ്യാപകമായി യഥാർത്ഥ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പോരാട്ടം മലയാളി കൊതിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി മലയാളിയുടെ രാഷ്ട്രീയ മനസ്സ് എങ്ങോട്ട് പോകുന്നു അത് നിശ്ചയിക്കാനുള്ളിടത്ത് ഇക്കിളിപ്പെടുത്തുന്ന വൈകാരികമായ നോൺ ഇഷ്യൂസ് അല്ലെങ്കിൽ സെമി ഇഷ്യൂസ് അത് ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ നിരാശയുടെ പടുകുഴിയിലാണ് കേരളത്തിലെ ജനങ്ങൾ.